ഹലോ, നമസ്കാരം. പൊതുജനം കഴുതയല്ല എന്ന അധികാരികളെ ഓർമ്മിപ്പിക്കാനും ജനങ്ങൾ കോർക്കാനുമുള്ള ജനകീയ വാർത്താ നേരം. ജനകീയ വിഷയങ്ങൾ എന്നത്തെയും പോലെ ഇന്നും നിരവധിയുണ്ട്. ഞാൻ ബി ദിലീപ് കുമാർ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആരംഭിക്കുന്നു പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പതിറ്റാണ്ടുകളായി മോക്ഷം കാത്തുകിടക്കുന്ന അങ്കമാലി ശബരിപാതയ്ക്ക് പുതുജീവൻ വയ്ക്കുന്നുവെന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സർക്കാർ അറിയിച്ചത്. പദ്ധതിയുമായി മുന്നോട്ടെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി പ്രഖ്യാപിച്ചതോടെയാണ് പുതിയ പ്രതീക്ഷകൾ ഉണർന്നത്. പകുതി ചെലവ് ഏറ്റെടുക്കാൻ സംസ്ഥാനം തയ്യാറാണെന്ന് കിഫ്ബിയെ മുന്നിൽ കണ്ട് LDF സർക്കാർ അറിയിച്ചതോടെയാണ് പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചത്. എന്നാൽ സർക്കാർ മാറിയതോടെ പദ്ധതി വീണ്ടും സ്തംഭിച്ച നിലയിലാണ്. കിഫ്ബിയിൽ അഴിച്ചുപണി ഉണ്ടാകുമെന്ന UDF സർക്കാരിന്റെ തീരുമാനവും ബജറ്റിൽ ശബരി റെയിൽപാതയുടെ പേര് പരാമർശിക്കാത്തതും പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു. കാണാം കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി തയ്യാറാക്കിയ റിപ്പോർട്ട്. പാളം തെറ്റുന്നോ പ്രതീക്ഷകൾ. 1997-98 ബജറ്റിൽ ഇടം പിടിച്ച തിളങ്ങുന്ന പദ്ധതി പിന്നീടങ്ങോട്ട് പലവിധ കാരണങ്ങളാൽ നിന്നുപോയ അങ്കമാലിയിൽ നിന്നും എരുമേലിയിലേക്ക് 111 കിലോമീറ്റർ നീളത്തിലുള്ള ശബരി റെയിൽപാത കഴിഞ്ഞ സർക്കാർ, അതായത് അവരുടെ അവസാന നാളുകളിൽ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് പദ്ധതിക്ക് വീണ്ടും ഒരു പച്ചക്കൊടി കാണിച്ചിരുന്നു. എന്നാൽ പുതിയ സർക്കാർ മാറ്റവും പദ്ധതിയെക്കുറിച്ച് യാതൊരു പരാമർശങ്ങളുമില്ലാത്ത പുതിയ ബജറ്റും വീണ്ടും പദ്ധതിയെ ഒരു അകാല ചരമത്തിലേക്ക് തള്ളിവിടുകയാണോ എന്ന ഭീതിയാണ് ഇപ്പോൾ ഉയർത്തുന്നത്. അങ്കമാലിയിൽ നിന്ന് കാലടി വരെ 7 കിലോമീറ്റർ ദൂരത്തിൽ റെയിൽവേ ലൈനിന്റെ നിർമ്മാണം പൂർത്തിയാക്കി സ്ഥലമേറ്റെടുക്കൽ ആരംഭിച്ചു. റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചു. 70 കിലോമീറ്റർ ദൂരം സ്ഥലമേറ്റെടുക്കാൻ വിജ്ഞാപനം ചെയ്തു. എന്നാൽ പദ്ധതി ലാഭകരമല്ലെന്ന് തീരുമാനിച്ച ശബരിപാത പദ്ധതി കേന്ദ്രം മരവിപ്പിച്ചു. പിന്നീട് രാഷ്ട്രീയ പോരിലൂടെയും നിവേദനങ്ങളിലൂടെയും പദ്ധതിയുടെ പകുതി ചെലവ് കേരളം വഹിക്കണമെന്ന നിബന്ധന കേന്ദ്രം മുന്നോട്ട് വെച്ചു. പകുതി ചിലവ് ഏറ്റെടുക്കാൻ സംസ്ഥാനം തയ്യാറാണെന്ന് കിഫ്ബിയെ മുന്നിൽ കണ്ട് LDF സർക്കാർ അറിയിച്ചു. ഇതോടെ വീണ്ടും സജീവ പരിഗണനയിലേക്ക്. എന്നാൽ സർക്കാർ മാറ്റം ഇനി പദ്ധതിയെ ഏത് രീതിയിൽ ബാധിക്കുമെന്നാണ് അറിയാനുള്ളത്. സർക്കാർ നിർദ്ദേശം ലഭിച്ചതിനു ശേഷം മാത്രം തുടർ നടപടികളിലേക്ക് കടക്കാമെന്നുള്ള തീരുമാനത്തിലാണ് ബന്ധപ്പെട്ട വകുപ്പുകൾ. പണം കിഫ്ബി വഴി കണ്ടെത്താനായിരുന്നു മുൻ സർക്കാർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ കിഫ്ബിയിൽ അഴിച്ചുപണി ഉണ്ടാക്കുമെന്ന പുതിയ സർക്കാരിന്റെ പ്രഖ്യാപനം വന്നതോടെ വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് കടക്കുകയാണ്. ഒപ്പം ബജറ്റിൽ പദ്ധതിയുടെ പേര് പോലും പരാമർശിക്കാതെ വന്നതോടെ തുടർ നടപടികൾ സ്തംഭിച്ച നിലയിലാണ്. ശബരി പാതയെ സംബന്ധിച്ചിടത്തോളം ഈ ഷെയർ മാർക്കറ്റ് പോലെ ഞങ്ങൾ സാധാരണ ജനങ്ങൾ കാണും. ചിലപ്പോൾ ബൂമിങ് ഉണ്ടാവും, ചിലപ്പോൾ നല്ല ഡൗൺ ആയിരിക്കും. എന്തായാലും കേരളത്തിൽ 50% കേരളം വിഹിതം എടുക്കണം എന്ന് പറഞ്ഞത് പോലും രാഷ്ട്രീയപരമായിട്ട് വളരെ ഒരു വിഷമം തോന്നിയ കാര്യമാണ്. എന്നിട്ടും 3800 കോടിയുടെ 50% 1900 കോടി രൂപ ബഡ്ജറ്റ് വിഹിതം അനുവദിച്ചു. വളരെ പ്രതീക്ഷയോടെ ഞാനൊക്കെ നോക്കിക്കണ്ടു. അതിൻ്റെ ഭാഗമെന്നോണം ഒരു 6 മാസം മുൻപ് ഇവിടുത്തെ കാടുകളൊക്കെ വെട്ടി ഈ ട്രാക്ക് കാണാവുന്ന രൂപത്തിലായി. ഇപ്പോൾ വീണ്ടും കാടായി. ഈ കഴിഞ്ഞ ബഡ്ജറ്റ് നമ്മുടെ പ്രിയപ്പെട്ട കേരള മുഖ്യമന്ത്രി ധനകാര്യമന്ത്രി കൂടിയാണ് അവതരിപ്പിച്ച ബഡ്ജറ്റിനെ സാഹൂതം നിരീക്ഷിച്ച ഒരാളാണ്. ഈ വളരെ വിഷമം തോന്നി. ഈ നാടിൻ്റെ സാമ്പത്തിക മാറ്റത്തിന് നാന്ദി കുറിക്കുന്ന ആ ശബരി റെയിലിൻ്റെ 50% നമ്മൾ മുൻ സർക്കാർ അനുവദിച്ചതിനെക്കുറിച്ച് തുടരുമെന്നോ ശബരി റെയിൽവേ സ്റ്റേഷനിൽ ശബരി പാത എന്നോ ഒരു വാക്കില്ല എന്നുള്ളത് വളരെ വിഷമത്തോടെയാണ് കാണുന്നത്. ഇതോടെ പ്രതീക്ഷകളെല്ലാം തകർന്ന നിലയിലാണ് ഭൂമി നൽകി തൃശങ്കുവിലായ കുടുംബങ്ങൾ. റെയിൽ ഭൂമിയെന്ന വീടിന്റെ ചുവരിൽ ചാപ്പയടിച്ചതോടെ വീടും സ്ഥലവും ആരും വാങ്ങാൻ തയ്യാറാകാതെ ദുരിതത്തിലായവർ. വിൽക്കാനോ പണയം വെക്കാനോ കഴിയാത്ത അവസ്ഥ. അങ്ങനെ അകാല ചരമം നേരിട്ട പദ്ധതി കൊണ്ട് ദുരിതം അനുഭവിച്ചവർക്ക് വീണ്ടും വീണ്ടും ദുരിതം തന്നെ സമ്മാനിക്കുന്നുവെന്നാണ് കുടുംബങ്ങൾ പറയുന്നത്. ഇത് ഒന്നില്ലെങ്കിൽ ഇത് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ തുടർ നടപടികളായിട്ട് മുന്നോട്ട് എത്രയും പെട്ടെന്ന് നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഈ ജനങ്ങൾക്ക് ആവശ്യം. ജനങ്ങൾക്ക് ഇത് വരാതിരിക്കും. ഇവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ ഈ പരിസരത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ സ്ഥലം എടുപ്പുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്കൊന്നും ഇത് വരാതിരിക്കുകയല്ല പ്രശ്നം. അവരുടെ പ്രശ്നം ഗൗരവമാണ്. അവരുടെ സ്ഥലം പണയപ്പെടുത്താനോ ലോൺ വയ്ക്കാനോ അല്ലാണ്ട് ഒരു വിവാഹ ആവശ്യത്തിനോ വീട് പണിയാനോ പോലും പറ്റാത്ത അവസ്ഥയിൽ സ്ഥലം അക്വസിഷൻ ചെയ്തിട്ട് മരയിപ്പിച്ചിട്ടേക്കാണ്. ശബരി റെയിൽ പദ്ധതി എത്രയും പെട്ടെന്ന് ഏറ്റെടുത്ത് പൂർത്തീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒത്തുചേർന്ന് മുന്നോട്ട് പോകണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പുതിയ ഗവൺമെൻറ്
പ്രത്യേകിച്ച് സംസ്ഥാനത്ത് പുതിയതായി വന്നിരിക്കുന്ന UDF ഗവൺമെൻറ് ഈ വിഷയം ടേക്കപ്പ് ചെയ്ത് സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കുന്നു എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നടക്കാനുള്ളൊരു നീലപ്പാലം എന്നറിയപ്പെടുന്ന റെയിൽവേ പാലത്തിലൂടെ നടക്കാൻ മാത്രം ആളുകൾക്ക് കഴിയുന്ന ഒരു അവസ്ഥയാണ്. ഇത്രയധികം കോടിക്കണക്കിന് രൂപ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് പണിത് ഇത്രയും വർഷമായിട്ടും മെല്ലെപ്പോക്ക് നയത്തിൽ മുടങ്ങിക്കിടക്കുന്നത്. അത് തീർച്ചയായിട്ടും ഈ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ അത് ഏറ്റെടുത്ത് അത് പൂർത്തീകരിക്കണം. കാലടി ഒരുപാട് വികസന സാധ്യതകൾക്ക് ആക്കം കൂട്ടുന്ന ഒരു പ്രദേശമാണ്. പദ്ധതി വേണമെന്ന ആഗ്രഹത്തോടെ മുൻപോട്ട് പോയവർക്ക് ഇന്ന് കാലടി റെയിൽവേ സ്റ്റേഷൻ ഒരു ഭയമാണ്. കൊട്ടിഘോഷിച്ചാരംഭിച്ച പദ്ധതി ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെയും പാമ്പുകളുടെയും കേന്ദ്രമാണ്. ഒരു തവണ മലമ്പാമ്പ് വന്ന് വേറെ ആളുടെ വീട്ടിൽ കയറി അതിനെ കൊല്ലാനായിട്ട് ചെന്ന് ഇവിടെ ആ ഫോറസ്റ്റുകാർ വന്ന് അതിനെ പിടിച്ചുകൊണ്ടുപോയത്. അത്രയ്ക്കും അവർ വീട്ടിൽ കയറിയിരുന്ന് പേടിച്ച് നിങ്ങൾ പാമ്പിനെ കൊണ്ടുപോയ പിന്നെ പുറത്തിറങ്ങിയത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉപാധികളില്ലാതെ ചെലവ് വഹിക്കാമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചതോടെയാണ് പദ്ധതി മരവിപ്പിച്ച തീരുമാനം കേന്ദ്രം റദ്ദാക്കിയത്. 505 കോടി രൂപ കേന്ദ്ര ബജറ്റിൽ ശബരി പദ്ധതിക്ക് നീക്കിവെച്ചിട്ടുണ്ട്. 50 കോടി രൂപ ചെലവഴിച്ചാൽ 6 മാസം കൊണ്ട് അങ്കമാലി കാലടിപ്പാതയിലെ ശേഷിക്കുന്ന പണികൾ പൂർത്തിയാക്കി കാലങ്ങളായി കാത്തിരിക്കുന്ന ആ ചൂളം വിളി കേൾക്കാൻ കഴിയും. ഒരു കാലത്ത് ശബരി റെയിൽപാത എന്ന തിളങ്ങുന്ന പദ്ധതി വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നവർ തന്നെ ഇന്ന് ആ പദ്ധതി എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി പോയാൽ മതിയായിരുന്നുവെന്ന് അവർ പറയാനുണ്ടായ കാരണം എന്താണ് എന്ന് ഈ മാറി മാറി വരുന്നവർ ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം. കൊച്ചിയിൽ നിന്നും സജു കാഞ്ഞിരംകുളത്തിനൊപ്പം ആൻമരിയ സനി, 24. പൊതുജനം കഴുതയല്ല സാർ. വണ്ടി വണ്ടി നിന്നെപ്പോലെ വയറിലെനിക്കും തീയാണേ എന്ന പാട്ട് ഇപ്പോൾ ഈ ശബരി പാതയ്ക്കായി സ്ഥലം കണ്ടിരുന്ന സർക്കാരിനെ സംബന്ധിച്ച് ഈ വീടുകളൊക്കെ ഏറ്റെടുക്കും എന്ന് കരുതിയവർക്കാണ് അവരുടെ നെഞ്ചിലെ തീയായി മാറിയിരിക്കുകയാണ് ഈ വരികൾ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവരെ സംബന്ധിച്ച് ആ വീട് അറ്റകുറ്റപ്പണി നടത്തുന്നതിനോ അല്ലെങ്കിൽ ഒരു വായ്പ എടുക്കുന്നതിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വിൽക്കാമെന്ന് വെച്ചാലോ കഴിയുന്നില്ല. കാരണം ഇത് റെയിൽവേ ഏറ്റെടുക്കാൻ പോകുന്ന ഭൂമിയാണ് എന്ന ഒരു പേരും അതിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ പ്രതിസന്ധി നീങ്ങുന്നില്ല. ഇക്കാര്യത്തിൽ ഭരണാധികാരികൾ അനുകൂല തീരുമാനം കൈക്കൊള്ളുകയാണ് വേണ്ടത്. ആ പ്രദേശത്തെ ആ റെയിൽവേ ലൈൻ കടന്നു പോകുന്നതിനായി നിർദ്ദിഷ്ട റെയിൽവേ ലൈൻ പോകുന്നതിനായി സ്ഥലം ഏറ്റെടുക്കും എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലെ ജനങ്ങളുടെ ദുരിതാവസ്ഥയ്ക്ക് പരിഹാരം കാണേണ്ടിയിരിക്കുന്നു. ശബരിപാത ഉടൻ തന്നെ യാഥാർത്ഥ്യമാകും എന്ന ഇച്ഛാശക്തി ഭരണാധികാരികൾ കാണിക്കേണ്ടിയിരിക്കുകയാണ്. നിരവധി പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതികരിക്കുന്നുണ്ട്. സീന മുഹമ്മദ് പറയുന്നു, ഭരണം മാറിയാലും ജനങ്ങൾക്കും നാടിനും ഉപകാരമുള്ള പദ്ധതി നടപ്പിൽ വരുത്താൻ സർക്കാരിന് മുന്നോട്ട് വരാമായിരുന്നു എന്ന്. രവികുമാർ പറയുന്നു, എല്ലാ വർഷങ്ങളിലും പതിവ് പോലെ ശബരിപാതയ്ക്ക് തുക വകയിരുത്തും, പക്ഷേ പറഞ്ഞു പറ്റിക്കുകയല്ലാതെ ഒന്നിനും ഒരു സർക്കാരും ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നില്ല എന്ന്. മോഹനൻ പിലാത്തറ പറയുന്നു, ഒരുപാട് ജനങ്ങളുടെ പ്രതീക്ഷകളാണ് ഓരോ റെയിൽപാതയും, എന്നാൽ ശബരിപാതയുടെ അവഗണന അംഗീകരിക്കാൻ കഴിയില്ല. എന്തെല്ലാം നൂലാമാലകളാണ് മുന്നിൽ തടസ്സം നിൽക്കുന്നത്, എല്ലാം മാറ്റി അധികൃതർ കനിയട്ടെ. വനജ PR പറയുന്നു, ശബരിമലയിൽ തിരക്ക് കൂടുമ്പോൾ ഈ പദ്ധതി വന്നാൽ വളരെ നന്നായിരുന്നു എന്ന്. ഈ നിലയിൽ നിരവധി പ്രേക്ഷകർ. കണ്ണൻ താഴെ പറയുന്നു, ശബരി റെയിൽപാത 40 വർഷങ്ങളായി മേശകളുടെ മുകളിൽ ചാടിക്കളിക്കാൻ തുടങ്ങിയിട്ട് പൊതുജനം കഴുതയല്ല സാർ എന്ന്. ഈ നിലയിൽ നിരവധി പ്രേക്ഷകരാണ് ആ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുന്നത്. അധികാരികൾ ഇതൊക്കെ കാണട്ടെ എന്ന് നമുക്ക് ആശിക്കാം. മറ്റൊരു വിശേഷത്തിലേക്കാണ്. ചിദംബരം സംവിധാനം ചെയ്തിപ്പോഴും തിയേറ്ററുകളിൽ തകർത്തോടുന്ന സിനിമയാണ് ബാലൻ. ഈ സിനിമ പുറത്തിറങ്ങിയതോടെ ഉണർന്ന ഒരു സ്ഥലം വയനാട്ടിലുണ്ട്. വയനാട് ചേകാടിയിലെ ബസ് സ്റ്റോപ്പാണത്. ഇന്ന് സന്ദർശകരുടെ കുത്തൊഴുക്കാണ് അവിടേക്ക്. സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന ആ താൽക്കാലിക ബസ് സ്റ്റോപ്പ് വന നിയമ ലംഘനങ്ങൾക്ക് വാതിൽ തുറക്കുമോ എന്ന ആശങ്ക വനം വകുപ്പിനുണ്ട്. അതുകൊണ്ട് സന്ദർശകരെ കുറയ്ക്കുന്നതിനുള്ള ആലോചനയിലാണ് വനം വകുപ്പ്. കാണാം, വയനാട്ടിൽ നിന്ന് കാളിദാസൻ ദേവദത്തം തയ്യാറാക്കിയ റിപ്പോർട്ട്. പരോപകാരമേ പുണ്യം. അഭ്രപാളിയിലേക്ക് ഒരുക്കിയതിനെ ഒരു നാട് ഏറ്റെടുത്തപ്പോൾ കണ്ടത് കാണികളുടെ ഒരു കുത്തൊഴുക്കാണ്. ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഈ ഒഴുക്ക് ഒരു ബാധ്യതയാകുമോ? ചേകാടി കുണ്ടുപാടിയിലെ ഈ ബസ് സ്റ്റോപ്പിന് ഇന്ന് ആരാധകർ ഏറെയാണ്. ചിത്രീകരണത്തിനായി കെട്ടിയുയർത്തിയതാണെങ്കിലും കുണ്ടുപാടിയിലെ ഉന്നതിക്കാർ ആ ബസ് സ്റ്റോപ്പ് ചോദിച്ചപ്പോൾ അറിഞ്ഞുകൊടുത്തു അണിയറ പ്രവർത്തകർ. അവിടെ പുൽപ്പള്ളി ചേകാടിയിൽ ഒരു സിനിമാ ചിത്രീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഷെഡ്
ഒത്തിരി ടൂറിസ്റ്റുകളെ ആകർഷിക്കുകയും പരിസരവാസികളായ ആളുകൾക്ക് ഒത്തിരിയേറെ ഗുണം ചെയ്യപ്രദമായിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഷെഡാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അത് കാണുന്നതിന് വേണ്ടി നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ധാരാളം ടൂറിസ്റ്റുകൾ, സന്ദർശകർ അവിടെ വരികയും അത് കാണുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷപ്രദമായ കാര്യമാണ്. എന്നാൽ സന്ദർശകർ കാണാത്ത, തേടി വരുന്നവർ അറിയാത്ത ഒരു കാര്യമുണ്ട്. ബസ് സ്റ്റോപ്പിന് ഇരുവശവും നിയന്ത്രിത വനമേഖലയാണെന്നും ഇവിടെ വന്യജീവികളുടെ സ്വൈര്യവിഹാരം പതിവാണെന്നും. പല പ്രദേശങ്ങളിൽ വരുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളെക്കുറിച്ചോ അവരുടെ ഉപദ്രവങ്ങളെക്കുറിച്ച് കൃത്യമായി അറിവില്ലാത്തവരാണ് പലരും അവിടെ എത്തിച്ചേരുന്നത്. അതുമൂലം അതിന് കൃത്യമായി ഒരു വനം വകുപ്പിന് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഈ വെയിറ്റിംഗ് ഷെഡ് കാണാൻ വരുന്ന ആളുകൾ പിന്നീട് ഉൾക്കാട്ടിലേക്ക് പോകാൻ ഇടവരികയും അത് വന്യജീവി ആക്രമണത്തിലേക്ക് പോകുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വനംവകുപ്പിൻ്റെ കൃത്യമായ നിരീക്ഷണം നടത്തുകയും അവിടെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു അപകടത്തിന് ശേഷം പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ വ്യസനിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഇത്രയും കാലം ശൂന്യമായിരുന്നിടത്തുയർന്ന ഈ ബസ് സ്റ്റോപ്പ് ചേകാടിക്കാർക്ക് അനുഗ്രഹം തന്നെയാണ്. നിയമങ്ങൾ ലംഘിക്കപ്പെടും വരെ. നിയന്ത്രണങ്ങളെ കാറ്റിൽ പറത്തുന്ന സന്ദർശകർ ഒരു വെല്ലുവിളിയും. ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു കാട്ടാന ആക്രമിക്കുന്നൊരവസ്ഥയുണ്ടായി. അങ്ങനെ നിരവധിയായ ആക്രമണങ്ങൾ ഉള്ളപ്പം വനംവകുപ്പോ ബന്ധപ്പെട്ട അധികാരികളോ അത് സംരക്ഷിക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും വേണ്ട നടപടികൾ എടുത്തില്ലെങ്കിൽ രൂക്ഷമായ ഒരു അപകടകരമായ സ്ഥിതിയിലേക്ക് ചെന്നെത്തും. പൊളിച്ചു മാറ്റണം എന്നല്ല, അത് സംരക്ഷിക്കണം, അത് ആവശ്യകതയാണ്. അതിനോടൊപ്പം അതിന് സംരക്ഷണ ചുമതല ഫോറസ്റ്റ് ഏർപ്പെടുത്തിക്കൊണ്ട് സന്ദർശകർക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണം. പ്രദേശവാസികളുടെ ആവശ്യത്തെ പൂർണ്ണമായി നിരാകരിക്കാനല്ല, വന്യതയിൽ കടന്നുകയറുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ വനം വകുപ്പിന് മുന്നിലും ഉത്തരവാദിത്തങ്ങൾ ഏറെയുണ്ട്. ലംഘിക്കപ്പെടാനുള്ളതല്ല, നിയമങ്ങൾ എന്നും പാലിക്കപ്പെടേണ്ടവയാണ്. ചേകാടിയിലെ ഈ വന്യതയായി തന്നെ തുടരണമെങ്കിൽ ഈ ബാലൻ ഇഫക്റ്റിന് ഒരു കടിഞ്ഞാണിട്ടേ തീരൂ. ക്യാമറമാൻ മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ആ സിനിമയ്ക്ക് വേണ്ടി നിർമ്മിച്ച സെറ്റിട്ട ആ ബസ് സ്റ്റോപ്പ് പൊളിക്കേണ്ടതില്ല എന്നാവശ്യപ്പെട്ടത് അന്ന് നാട്ടുകാർ തന്നെയാണ്. ഇപ്പോൾ പക്ഷേ പല സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന ആളുകളാണ് അവിടെ ഈ വനം വകുപ്പിനെ സംബന്ധിച്ച് അസൗകര്യം ഉണ്ടാക്കുന്നത്. ഏതായാലും വനം വകുപ്പും നാട്ടുകാരും ചേർന്ന് ഇതിനൊരു കൃത്യമായ പോംവഴി ഉണ്ടാക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നിരവധി പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പറയുന്നുണ്ട്. ആശാ സിംഗപ്പൂർ പറയുന്നു, ഞങ്ങളുടെ നാട്ടിലാണല്ലോ പുൽപ്പള്ളി ചേകാടി എന്ന്. മിനിബാബു പറയുന്നു, ആ സിനിമ പോയി കാണണം എന്ന്. ഓമനാകൃഷ്ണൻ പറയുന്നു, നമ്മുടെ നാട്ടിലൊക്കെ വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കാൻ ഉലക്ക പോലെ ഇരിക്കാനുള്ള ഇരിപ്പിടമാണ് എന്ന്. അത് ഇരിപ്പിടവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഏതായാലും ഇങ്ങനെ നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതിനിടെ ഇപ്പോൾ ഒരു വാർത്ത വരുന്നത്, സംസ്ഥാനത്ത് ഒഴിവ് ജില്ലകളിൽ DMOമാരെ നിയമിച്ചു എന്നാണ്. അതായത് DMOമാരുടെ ഒഴിവുകൾ ഏതാനും ജില്ലകളിലുണ്ടായിരുന്നു. ആ ജില്ലകളിലൊക്കെ ഇപ്പോൾ DMOമാരായിരിക്കുകയാണ്. കണ്ണൂരിൽ ഡോക്ടർ R വിവേക് കുമാർ, കോഴിക്കോട് LT സരിതാകുമാരി, കാസർഗോഡ് ഡോക്ടർ രേഖ, മലപ്പുറത്ത് ഡോക്ടർ വിനോദ് വി, വയനാട്ടിൽ ഡോക്ടർ മൊയ്തീൻ ഷാ എന്നിവരെയാണ് DMOമാരായി, ജില്ലാ മെഡിക്കൽ ഓഫീസർമാരായി ഇപ്പോൾ സർക്കാർ നിയമിച്ചിരിക്കുന്നത്. പകർച്ചപ്പനി വ്യാപകമാകുമ്പോൾ ഇതിനൊക്കെ ജില്ലകളിൽ നേതൃത്വം നൽകേണ്ട DMOമാരുടെ ഒഴിവുകൾ അത് നികത്തണം എന്നാവശ്യപ്പെട്ട് വലിയ തോതിലുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സംസ്ഥാനത്ത് ഈ ഒഴിവുള്ള ജില്ലകളിൽ DMOമാരെ, ജില്ലാ മെഡിക്കൽ ഓഫീസർമാരെ സംസ്ഥാന സർക്കാർ നിയമിച്ചിരിക്കുകയാണ്. മറ്റൊരു വിശേഷത്തിലേക്കാണ്. അസൗകര്യങ്ങളുടെ പടുകുഴിയിൽ പത്തനംതിട്ട കടമ്മനിട്ട കല്ലേലി പ്രാഥമികാരോഗ്യ കേന്ദ്രം. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പാതി വഴിയിൽ മുടങ്ങി. മറ്റൊരു കെട്ടിടം കാലപ്പഴക്കം മൂലം അത് ഏതാണ്ട് നാശത്തിന്റെ വക്കിലാണ്. പലവിധ രോഗങ്ങളുമായി ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് മതിയായ ചികിത്സയും ലഭിക്കുന്നില്ല. ജനപ്രതിനിധികളും വിഷയത്തിൽ ഇടപെടാതെ മൗനം തുടരുകയാണ്. പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചികിത്സ വേണ്ടത് ആർക്ക്? ആയിരത്തി 1955 പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്തിലെ കടമ്മനിട്ട കല്ലേലി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ തുടക്കം. കെട്ടിടം നിർമ്മിച്ചു നൽകിയാൽ ആശുപത്രി തുടങ്ങാം എന്ന സർക്കാർ നയത്തിന്റെ അടിസ്ഥാനത്തിൽ മാർത്തോമ സഭയാണ് സ്ഥലം നൽകിയത്. അക്കാലത്ത് എല്ലാവിധ സൗകര്യങ്ങളോടെയുമാണ് ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത്. അതിർത്തി പഞ്ചായത്തുകളായ ചെറുകോൽ, മൈലപ്ര എന്നിവിടങ്ങളിലെ ആളുകൾക്കു കൂടി പ്രയോജനമായിരുന്നു ആശുപത്രി. 1989 വരെ കിടത്തി ചികിത്സയും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും
പോസ്റ്റ്മോർട്ടവും വരെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ആശുപത്രിക്ക് സൗകര്യങ്ങളെല്ലാം നഷ്ടമായി. കെട്ടിടങ്ങളിൽ ഒന്ന് കാലപ്പഴക്കം ചെന്നു. നിലവിലുള്ള കെട്ടിടത്തിൽ ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പരിമിതികൾ ഒരുപാടുണ്ട്. ഈ പണി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാം ഒരു മാസത്തിനുള്ളിൽ പണി തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കഴിഞ്ഞ മുൻ MLA ശിവദാസൻ നായർ സാറുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച ബിൽഡിങ്ങിൻ്റെ പല ഭാഗങ്ങളും പൊളിച്ചു നീക്കി. ആ പൊളിച്ചു നീക്കിയിട്ട് പോലും പുതിയതായിട്ട് ബിൽഡിങ് ഇതുവരെ പണി തുടങ്ങാൻ സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഇതിൻ്റെ ഗൗരവകരമെന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്ടർ ഈ പണിയിൽ നിന്ന് പിന്മാറിയെന്നാണ് ഇപ്പം നമുക്ക് അറിയാൻ കിട്ടിയ ഇത്. മുൻ മന്ത്രിയും ആറന്മുള MLAയുമായിരുന്ന വീണ ജോർജ് പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് മറ്റ് നടപടികൾ പൂർത്തിയാക്കുമെന്ന് വാക്ക് നൽകിയിരുന്നു. പുതിയ കെട്ടിടം പണിയാൻ കരാറെടുത്തയാൾ പഴയത് പൊളിച്ചു നീക്കി. പക്ഷേ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതുമില്ല. കരാർ ഉറപ്പിച്ചതിനേക്കാൾ 10% തുക കൂടുതൽ വേണമെന്ന് പിന്നീട് ആവശ്യപ്പെട്ടു. കരാറുകാരൻ അധികമായി ആവശ്യപ്പെട്ട തുക നൽകാതെ വന്നതോടെ നിർമ്മാണം നിലച്ചു. നല്ലൊരു കെട്ടിടം പണിയുമെന്ന് പറഞ്ഞാണ് നിലവിലുള്ള ഒരു കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം കൂടെ ഇടിച്ചു കളഞ്ഞിരിക്കുന്നത്. പക്ഷേ സംഭവിച്ചത് പണ്ടുണ്ടായിരുന്ന ആ കെട്ടിടത്തിലേക്ക് മാറുകയാണ് ചെയ്തിരിക്കുന്നത്. കടമ്പനിട്ട മാത്രമല്ല, മേക്കുഴുവിൻ്റെ പ്രദേശത്തു നിന്നും വയലത്തിലയിൽ നിന്നും അങ്ങ് വില്ലേന്തിയിൽ നിന്നും ഒക്കെ ഉള്ളവർ ഇവിടെ ചികിത്സയ്ക്കായിട്ട് വരുന്നുണ്ട്. പരമ്പരാഗതമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന എത്രയും പെട്ടെന്ന് പുതിയ കെട്ടിടം പണിത് ഈ കെട്ടിടം ഇതിൻ്റെ സൗകര്യങ്ങൾ കൂടുതൽ വിപുലമാക്കി ഇതിനെ കൂടുതൽ ദേശത്തിന് നന്മയ്ക്കായിട്ട് കൊണ്ടുതരണമെന്ന് അതിന് ഭരണാധികാരികൾ താല്പര്യം എടുക്കണം. പത്തനംതിട്ടയിലും കോഴഞ്ചേരിയിലും മറ്റു ഹോസ്പിറ്റലൊക്കെ ഉയർന്നു വന്നതോടുകൂടി ഈ ഹോസ്പിറ്റലിൻ്റെ പ്രാധാന്യം കുറയുകയും അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ പോളിസി അനുസരിച്ച് ഇത് ഡിസ്പെൻസറി ആയിട്ട് തരം താഴ്ത്തുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. പിന്നീട് മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ കിടത്തി ചികിത്സ അവസാനിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ പോളിസി അനുസരിച്ച് ഡോക്ടർമാരുടെ തസ്തികകളൊക്കെ കുറയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് 2002 ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇവിടെ വീണ്ടും ഞങ്ങൾ IP ആരംഭിക്കണം എന്നുള്ള താല്പര്യപ്രകാരം അദ്ദേഹത്തെ കാണുകയും ഗവൺമെൻറ് സ്പെഷ്യൽ ഓർഡർ പ്രകാരം 2002 ഇവിടെ ഒരു IP ആരംഭിക്കുകയും 3 ഡോക്ടർമാരെ നിയമിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അടിയന്തരമായി വികസിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദിവസം 200ഓളം രോഗികൾ ആശുപത്രി OPയിൽ എത്താറുണ്ട്. ആവശ്യത്തിന് ആരോഗ്യ പ്രവർത്തകരെ കൂടി നിയമിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കരാറെടുത്ത കരാറുകാരൻ പണി പൂർത്തിയാക്കാതെ പാതി വഴിയിൽ ഇട്ടിട്ട് പോയിട്ട് ഏകദേശം 1 വർഷമാകുന്നു. 100 കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ്. അതിനോട് സർക്കാർ സംവിധാനങ്ങൾ മുഖം തിരിഞ്ഞു നിൽക്കരുത്. അടിയന്തര ഇടപെടൽ ഉണ്ടായേ മതിയാകൂ. പത്തനംതിട്ട കടമനിട്ടയിൽ നിന്ന് സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രേക്ഷകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്. സൈദലവി KP പറയുന്നു, ചികിത്സ വേണ്ടത് അധികാരികൾക്ക്, അപ്പോൾ എല്ലാം ശരിയാകുമെന്ന്. സദാശിവൻ പിള്ള പറയുന്നു, ഷുവർലി ദ തെറാപ്യൂട്ടിക് ക്യൂർ ഈസ് നീഡഡ് ഫോർ ദി ഡിപ്പാർട്ട്മെന്റ്സ് കൺസേൺ എന്നാണ്. തോമസ് മാത്യു പറയുന്നത്, സർക്കാരിന് ഹോസ്പിറ്റലുകൾ, ബിൽഡിങ്ങുകൾ ഇതൊക്കെ പണിയാൻ അവരുടെ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന പൈസയൊന്നുമല്ലല്ലോ. പിന്നെ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പൈസ ഇറക്കാൻ ബുദ്ധിമുട്ട് എന്ന ചോദ്യമാണ്. കാണാൻ ഏറെ സൗന്ദര്യമുള്ള കാഴ്ചകളാണ് ഫോർട്ട് കൊച്ചിയെ വിനോദസഞ്ചാരികളുടെ ഇഷ്ടയിടമാക്കുന്നത്. എന്നാൽ കാഴ്ചകൾ കണ്ടു നടക്കുന്നവരുടെ തലയ്ക്കു മീതെ പതിയിരിക്കുന്നത് വലിയ അപകടമാണ്. 2 ആഴ്ചക്കിടെ പല തവണയാണ് മരശിഖരങ്ങൾ ഒടിഞ്ഞു വീണ് ഇവിടെ അപകടമുണ്ടായത്. മഴക്കാലത്തിന് മാസങ്ങൾക്ക് മുമ്പേ വെട്ടിമാറ്റണമെന്ന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കാണാം, കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി തയ്യാറാക്കിയ റിപ്പോർട്ട്, തലയ്ക്കുമീതെ അപകടം. കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷന് സമീപമുള്ള ഫുഡ് കോർട്ടിന് മുകളിലേക്ക് ശിഖരം വീണതിന്റെ ദൃശ്യങ്ങളാണിത്. ആളുകൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന മേശയ്ക്ക് മുകളിലേക്കാണ് ശിഖരം വീണത്. അത്ഭുതകരമായാണ് കടയിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത്. ഉണ്ടായത് വലിയ നാശനഷ്ടവും. ഈ അപകടത്തിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് PWD റെസ്റ്റ് ഹൌസിന് സമീപമുള്ള തണൽമരം അവിടെയുണ്ടായിരുന്ന കടകൾക്ക് മുകളിലേക്ക് വീഴുന്നത്. 5 കടകൾക്കാണ് അന്ന് നാശനഷ്ടം സംഭവിച്ചത്. 3 മാസത്തിലേറെയായി ഈ മരം വെട്ടി നീക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായിരുന്നില്ല.
മാത്രമല്ല, ആളുകൾ വിശ്രമിക്കുന്ന ഇടം, PWD റെസ്റ്റ് ഹൌസ്, ബീച്ച്, അങ്ങനെ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുന്ന ഒട്ടുമിക്ക ഇടങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. ഫോർട്ട് കൊച്ചി വെളിയിൽ സ്കൂളിന് മുൻപിലും ഇത്തരത്തിൽ അപകടകാരികളായ മരങ്ങളുണ്ട്. മൊത്തത്തിൽ നേരിടുന്ന പ്രശ്നമെന്ന് വെച്ചാൽ ഇത് ഫോർട്ട് കൊച്ചിയിലെ ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ഒരുപാട് വിദേശികളും കാര്യങ്ങളും ആളുകൾ വന്നത്. അപകടകരമായിട്ട് നിൽക്കുന്ന ഒരുപാട് മരച്ചില്ലകൾ ഇവിടെ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വലിയൊരു അപകടമാണ് മാറിപ്പോയത്. തൊട്ടടുത്തുള്ള ഒരു ഡെൽറ്റ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിൻ്റെ ഫ്രണ്ടിലെ ട്രാൻസ്ഫോമറിൻ്റെ മേലുള്ള ഒരു വലിയൊരു മരച്ചില്ലയുണ്ട്. അത് എത്രയും പെട്ടെന്ന് അത് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഒരു വലിയ അപകടത്തിലേക്ക് പോകും. പ്രധാനപ്പെട്ട ഒരുപാട് മരച്ചില്ലകൾ ഇവിടെ മുറിച്ചു മാറ്റപ്പെടേണ്ടതുണ്ട്. അതിനൊരു പ്രത്യേക സാങ്ഷനൊക്കെ വേണം, ഓർഡർ വേണമെന്നൊക്കെയാണ് പറയുന്നത്. ഹെൽത്തിൽ അന്വേഷിച്ചപ്പോഴും KCBയിൽ അന്വേഷിച്ചപ്പോഴും വേണ്ടപ്പെട്ട അധികൃതർ വേണ്ട രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കഴിഞ്ഞ ആഴ്ച അപകടം ഉണ്ടായിരുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു ആളുകൾ, പുറത്തുനിന്ന് വന്ന ആളുകളാണ്. അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു മരച്ചില ടേബിൾ തകർന്നു പോയി. ആളുകൾക്ക് അപായമൊന്നും പറ്റിയൊന്നുമില്ല. പക്ഷെ ബാക്കിയുള്ള ആളുകളൊക്കെ, മുമ്പിലിരുന്ന ആളുകൾ ഓടി, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുമ്പോട്ട് ഓടിയത് തുടർന്ന് രക്ഷപ്പെട്ടു. സാധാരണയായി മഴക്കാലത്തിന് മുൻപ് അപകടകരമായി നിൽക്കുന്ന മരങ്ങളും ശിഖരങ്ങളും വെട്ടിമാറ്റാറുണ്ട്. എന്നാൽ കുറച്ചു നാളുകളായി ഇത്തരത്തിൽ മരങ്ങൾ വെട്ടിമാറ്റിയിട്ടില്ല. സംഭവത്തെ തുടർന്ന് പ്രദേശവാസികളിലും വ്യാപാരികളിലും പ്രതിഷേധം ശക്തമാണ്. നഗരസഭയുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുമുള്ള നീക്കുപോക്കുകൾ ഉണ്ടാകുന്നില്ല എന്നും ഇവർ പറയുന്നുണ്ട്. ശേഷിക്കുന്ന അപകടാവസ്ഥയിലുള്ള മരങ്ങൾ അടിയന്തരമായി വെട്ടിമാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ഫോർട്ട് കൊച്ചി. അപ്പോഴും ഫോർട്ട് കൊച്ചിയിലുള്ള അലംഭാവം അത് പല രീതിയിൽ പലതവണയായി തുടരുകയാണ്. പലതവണയാണ് ഇവിടെയുള്ള ആളുകൾ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത്. പക്ഷേ മുറിച്ചു മാറ്റിയില്ല. അതിന് പറഞ്ഞ കാരണങ്ങളും പലതാണ്. അപകടങ്ങൾ ഉണ്ടായതിനു ശേഷമല്ല അവിടെ ഒരു നടപടി ഉണ്ടാകേണ്ടത്. അതിന് മുന്നോടിയായിട്ടാണ് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകേണ്ടത്. കൊച്ചിയിൽ നിന്നും സജിലിനൊപ്പം ആൻമരിയ സനി, 24. പൊതുജനം കഴുതയല്ല സാർ. വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി. സ്വന്തം വകുപ്പിൽ നിന്ന് 99.6 ലക്ഷം രൂപ സബ്സിഡി ലഭിച്ച കേന്ദ്ര കൃഷി വകുപ്പ് സഹമന്ത്രി ഭാഗീരഥ് ചൗധരിയുടെ വെള്ളരി കൃഷി വിവാദത്തിലായിരിക്കുന്നു. ആനുകൂല്യം ലഭിക്കാൻ സാധാരണ കർഷകന് മുന്നിൽ കടമ്പകൾ ഏറെയുള്ളപ്പോഴാണ് മന്ത്രിയുടെ കൃഷിക്ക് ചുളുവിൽ പണം ലഭിച്ചതെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ആരോപണങ്ങൾ നിഷേധിക്കാത്ത മന്ത്രി താൻ കർഷകനാണെന്ന മറുപടിയാണ് നൽകിയത്. കാണാം, ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. വേലി തന്നെ വിളവ് തിന്നുന്നു. രാജസ്ഥാനിലെ ദീദ്വാന കുച്ചമാൻ ജില്ലയിലെ പി ഗ്രാമത്തിലുള്ള ഫാമിൽ വെള്ളരി കൃഷി ചെയ്യുന്നതിനായി സ്വന്തം മന്ത്രാലയത്തിന് കീഴിലുള്ള പദ്ധതിയിൽ നിന്ന് 1 കോടിയോളം രൂപ സബ്സിഡി ഇനത്തിൽ കൈപ്പറ്റിയതായാണ് റിപ്പോർട്ട്. മന്ത്രി തന്നെ വൈസ് പ്രസിഡന്റായ നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡിൽ നിന്ന് ഇത്രയും വലിയ തുക വാങ്ങിയതാണ് വിവാദത്തിന് വഴിവെച്ചത്. ഗ്രാമത്തിൽ 16,592 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 4 വലിയ പോളി ഹൗസുകൾ നിർമ്മിച്ചാണ് മന്ത്രിയുടെ കുടുംബം വെള്ളരി കൃഷി ചെയ്യുന്നത്. മൊത്തം 1.99 കോടി രൂപ ചെലവ് വരുന്ന ഈ പദ്ധതിക്കായി മന്ത്രി HDFC ബാങ്കിൽ നിന്ന് 1.49 കോടി രൂപ വായ്പയെടുത്തിരുന്നു. ഈ വായ്പയിലേക്കാണ് സബ്സിഡി തുക അനുവദിച്ചത്. 2025 ഏപ്രിൽ 15 സമർപ്പിച്ച അപേക്ഷയ്ക്ക് വെറും 14 ദിവസത്തിനുള്ളിൽ ബോർഡ് പ്രാഥമിക അനുമതി നൽകി. പദ്ധതി പൂർത്തിയാക്കി 3 മാസത്തിന് ശേഷം മാത്രമേ സബ്സിഡി തുക കൈമാറാവൂ എന്ന നിബന്ധന നിലനിൽക്കെ 2026 മാർച്ച് 11 അന്തിമ അനുമതി ലഭിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പണം മുഴുവൻ മന്ത്രിയുടെ വായ്പാ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ അപേക്ഷ നൽകിയത് 2018 തനിക്കൊന്നും മറയ്ക്കാൻ ഇല്ലെന്നുമാണ് മന്ത്രിയുടെ വാദം. और बचपन से हम खेती करते आए हैं और उन्नत तरीके से खेती प्रधानमंत्री जी चाह रहे हैं, सभी चाह रहे हैं कि खेती को लाभकारी बनाई जाए, उनको उन्नत की जाए. वास्तव में जो गाइडलाइन है, गाइडलाइन के आधार पर मैंने वहाँ पोली हाउस लगाया था. सबसे बड़ा कारण रीजन यह था कि वहाँ भूमिगत पानी बिल्कुल. 2025 മാർച്ചിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സമർപ്പിച്ച സ്വത്ത് വിവര പട്ടികയിൽ ഈ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ മന്ത്രി ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ നടക്കുന്ന അഴിമതിയുടെ പണാപഹരണത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. വലിയ തോതിൽ കമ്മീഷനുകൾ വാങ്ങുന്നതും മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. വിഷയത്തിൽ അജ്ഞതയിൽ ഉന്നയിച്ച ആരോപണമാണെന്നും യാതൊരു അടിസ്ഥാനവുമില്ലെന്നാണ് രാജസ്ഥാൻ BJP അധ്യക്ഷന്റെ മറുപടി. बिल्कुल गलत आरोप है और NHB
ने वो सब्सिडी दी। NHB में भागीरथ जी चौधरी मेंबर नहीं है। नेशनल हॉर्टिकल्चरल मिशन जिसमें केंद्र का कृषि राज्य मंत्री मेंबर नहीं होता है, ये जिस किसी ने भी कहा है वो नादानी से आरोप लगाया। കർഷകർക്ക് വ്യാജ വാഗ്ദാനങ്ങളും സ്വജനങ്ങൾക്ക് സബ്സിഡിയും എന്നതാണ് മോദിയുടെ വികസന മോഡലെന്ന് വിഷയത്തിൽ പ്രതിപക്ഷം ആരോപിച്ചു. നിലമെത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും സാധാരണക്കാരന് ലഭിക്കുന്ന ആനുകൂല്യം നാമമാത്രമാണ്. അവിടെയാണ് ഒരു മന്ത്രി തനിക്ക് ആവശ്യമായ പണം സബ്സിഡി ഇനത്തിൽ പദവിയുടെ പവറിൽ നേടിയെടുത്തിരിക്കുന്നത്. അർജുൻ പിതാംബരൻ, 24, ഡൽഹി. പൊതുജനം കഴുതയല്ല സാർ. അങ്ങനെ പൊതുജനം കഴുതയല്ല സാറിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.